ഗുഡ് മോർണിംഗ്. ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നേരത്തെ തന്നെ എണീറ്റതാണ് കേട്ടോ. എണീറ്റ് പുറത്ത് പോയിട്ട് വേഗം നോക്കുമായിരുന്നു മഴ പെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ല മിന്നൽ മഴയ്ക്കുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ശ്രീകൃഷ്ണ ജയന്തിക്ക് മഴ വരും എന്നറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വേഗം പോയി നോക്കിയത്. എന്തോ രാത്രി മഴ പെയ്തിട്ടില്ല. പിന്നെ വേഗം ഞാൻ എല്ലാവിടെയും തുടച്ചൊക്കെ ക്ലീനാക്കി എന്നിട്ട് വേണം കുളിക്കാൻ. വിളക്ക് വയ്ക്കാൻ ഒരു സമയമുണ്ട് എന്ന് കേട്ടായിരുന്നു കേട്ടോ. രാവിലെ 5 to 6:45 6:50 ആ ഒരു ടൈമിൽ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ദിവസം, അതായത് ഇന്ന് 14-ാം തീയതി, ആ സമയത്ത് വിളക്ക് വയ്ക്കുന്നതാണ് നല്ലത്. രാവിലെ വൈകുന്നേരം അതേപോലെ 6:45 അങ്ങനെ ഒരു സമയമുണ്ട് കേട്ടോ. എനിക്ക് സമയം മറന്നു, എവിടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ഒരു സമയമുണ്ട്, വൈകുന്നേരം ഒരു സമയമുണ്ട്. ഒരു മണിക്കൂറിൻ്റെ ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ വിളക്ക് വെക്കണം. അപ്പോൾ ഞാൻ വേഗം തുടയൊക്കെ കഴിഞ്ഞ് വേഗം കുളിക്കാൻ പോയി കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന ഉടനെ വേഗം എല്ലാവരും ഉറങ്ങിയിരുന്നു. ശംഖുപുഷ്പം പറിക്കാൻ പോയതാണ്. അപ്പോൾ ഇന്നലെ ഫുള്ള് യൂട്യൂബിൽ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയായിരുന്നു. അപ്പോൾ അതിൽ ഒരു ജോലിസിൻ്റെ വീഡിയോ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടായിരുന്നു സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അവർ പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാ വർഷവും ശ്രീകൃഷ്ണ ജയന്തിയുമൊക്കെ ഞാൻ പൂജിക്കുന്നതാണ്. പക്ഷേ അപ്പോൾ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ശ്രീകൃഷ്ണ ജയന്തിക്ക് ശംഖുപുഷ്പം വെക്കുന്നത് നല്ലതാണ്, കാരണം ശ്രീകൃഷ്ണൻ്റെ കളർ നീലയായതുകൊണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം ചെയ്യായിരുന്നു. പിന്നെ നെയ്യ് വിളക്കിനുള്ളതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചത്. നെയ്യൊക്കെ ഒന്ന് മെൽറ്റാവാൻ വെച്ചതായിരുന്നു. പിന്നെ കുറേ പൂക്കൾ, മുല്ലപ്പൂവും തുളസിമാല ഞാൻ കെട്ടിയതാണ് കേട്ടോ. രാത്രി ഇരുന്ന് കെട്ടിയതാണ് ഈ തുളസിമാല. മുല്ലപ്പൂ വാങ്ങിയതാണ്. പിന്നെ അങ്ങനെ എല്ലാം നമ്മൾ പൂക്കളൊക്കെ വെച്ചു. ഇതേ കൃഷ്ണനെ നല്ല സുന്ദരനാക്കി. നമ്മുടെ കയ്യിൽ കൃഷ്ണൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പലതരത്തിലുള്ള ഫോട്ടോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അങ്ങനെ വെച്ചത്. പിന്നെ അതേ ശംഖുപുഷ്പമൊക്കെ നല്ല രീതിക്ക് വെച്ചിട്ടുണ്ട്. നെയ്വിളക്കും ഇതേ കത്തി തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ഇനി നമ്മൾക്ക് പൂജയ്ക്കുള്ള കാര്യങ്ങൾ നോക്കണം. കാരണം രാവിലെ ഞാൻ പെട്ടെന്ന് വിളക്ക് വയ്ക്കുക, ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പഴവും അവിലും ശർക്കരയും മാത്രം വെച്ചത് കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്കിതേ പാല് നമ്മൾ മേടിക്കുന്നുണ്ട് പാല്. അപ്പോൾ പാല് വന്നു. ഞാനങ്ങനെ ശ്രീകൃഷ്ണ വ്രതമൊന്നും എടുക്കാറില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെയുള്ള പൂജ ചെയ്യാറുണ്ട്. അപ്പോൾ അതേ പുതിയ പാലിൽ തന്നെ നമുക്ക് പാൽപ്പായസം ഉണ്ടാക്കണം. നിവേദ്യം എന്തായാലും വെക്കണമല്ലോ. പാല് കാച്ചി വെക്കാറുണ്ട്, പാൽപ്പായസം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇനി വേണം ഓരോരോ പണികൾ തുടങ്ങാനായിട്ട്. പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ഇതേ നമ്മുടെ പുതിയ പാൻ വേറെ വീഡിയോയിൽ കാണിച്ചായിരുന്നില്ലേ. അപ്പോൾ ഈ പാനിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ ഞാൻ. എന്നിട്ട് അടർത്തണ്ടേ. അപ്പോൾ ഇങ്ങനെ തീയിൽ കാച്ചാണ് കേട്ടോ. ഇങ്ങനെ തീയിലിങ്ങനെ കാണിച്ചതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കാം. കുറച്ചുകൂടെ അതാ ഇല്ല. ആ വന്നു. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ഐശ്വര്യമായിട്ട് ഇന്നാണ് കേട്ടോ പാത്രം എടുക്കുന്നത്. വേറെ 2 പാത്രമുണ്ട്. ഒരു കടായിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. കടായിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പാനും തുടങ്ങാമെന്ന് വിചാരിച്ചു. കഴുകട്ടെ, നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. അപ്പം നമ്മുടെ നെയ്യിൽ അവിലും തേങ്ങയും കൂടെ ഒന്ന് വറുത്തതാണ് കേട്ടോ. ഇനി അതിനുശേഷം ശർക്കരപ്പാനി ഒഴിക്കണം. പാൽപ്പായസം തിളച്ച് തുടങ്ങി കേട്ടോ. കുറച്ച് തുളസി ഇല ഇടുന്നുണ്ട്, ആ ഒരു മണം വരാൻ വേണ്ടിയിട്ട്. പാൽപ്പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ തുളസി ഇടാറുണ്ട് കേട്ടോ. നല്ലൊരു അമ്പലത്തിലെ ആ ഒരു മണം കിട്ടുമല്ലോ. നമ്മൾക്ക് ഇനി അമ്പലത്തിൽ പോകണം. ഇവിടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകണം. അപ്പോൾ ഇതിൻ്റെ വേഗം പണികളൊക്കെ വേഗം തീർക്കണം കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റിപ്പോൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു. ചെറിയ രീതിയിൽ വിളക്ക് വെച്ചു. വിളക്ക് വെച്ചാൽ ഒരു സമയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ ഒരു സമയം നമുക്ക് വിളക്ക് വെക്കണം. അപ്പോൾ വിളക്ക് വെച്ചിട്ടുണ്ട്. വിളക്ക് അണച്ചിട്ടില്ല, അങ്ങനെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം ആയതിനു ശേഷം ഒന്നുകൂടെ പൂജ ചെയ്യും. നിവേദ്യം വെക്കണമല്ലോ. ഉണ്ണിക്കണ്ണന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അല്ലേ, എന്തൊക്കെയാണ് കുട്ടിക്ക് ഏതാണ് കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? പാൽപ്പായസം ഇഷ്ടമാണ്, വെണ്ണ ഇഷ്ടമാണ്, പാല്, തൈര് ഒക്കെ നമുക്ക് വയ്ക്കാം. അവിലാണ് എന്താ പറയുക പ്രധാനമായിട്ടുള്ള സാധനം അവിലല്ലേ അല്ലേ. അവിലാണ് മെയിൻ. അവിൽ വെച്ച് നമ്മൾ പൂജ കഴിച്ചായിരുന്നല്ലോ. ഇനി അവിൽ വിളയിച്ചതും ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അവിലായിട്ടോ. ഈ വെള്ളം നന്നായി വറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാവും, നമുക്ക് കഴിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ഈ ഒരു രീതിയിൽ ഓഫ് ചെയ്യാം. അപ്പോൾ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ പാകമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ പായസമായി അവലായി. ഇനി പാലൊന്ന് കാച്ചണം.
അപ്പോൾ നമ്മൾ പൂജ കഴിക്കാൻ പോവാണ് കേട്ടോ. ഇതേ അവിൽ വെച്ച് ശരിയാവില്ല. പാൽപ്പായസം, ബട്ടർ, നെയ്യ്, തൈര്, പാലിട്ട. അപ്പം നമ്മൾക്ക് പൂജ കഴിക്കാൻ സമയമായി. ഇവരാട്ടെ രാവിലെ എടുത്തിട്ട് വരുമോ? വാ. അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് വേഗം സാരി കൊടുത്തതാണ് കേട്ടോ. നിർത്തി നമ്മൾ രാവിലെ ചന്ദനത്തിരി കൊളുത്തിയതിൻ്റെ പൊടികൾ ഇതിലേക്ക് അയക്കാൻ മതി. നമ്മൾ ഈ ദിവസം ശ്രീകൃഷ്ണ ജയന്തിക്ക് പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ജയന്തിക്ക് നെയ്വിളക്ക് കൊളുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ ഒരു 6 മണി ആ ഒരു സമയത്ത് കൊളുത്തിയായിരുന്നു. പിന്നെ പൂജാ സാധനങ്ങൾ നിവേദ്യമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒന്നുകൂടെ കൊളുത്തിയതാണ് കേട്ടോ. എനിക്ക് പൂജൻ്റെ സമയത്ത് അത് വെച്ചില്ല. നെയ്വിളക്ക് രാവിലെ കൊളുത്തിയതിന് ശേഷം പിന്നെ അതങ്ങനെ വിട്ടുപോയി. എന്നിട്ട് ഇപ്പോൾ 2ാം പ്രാവശ്യം കൊളുത്തിയതാണ് കേട്ടോ. വൈകുന്നേരം നമ്മൾ നെയ്വിളക്ക് കൊളുത്തും. എല്ലാവരും അത് കൊളുത്താൻ ശ്രമിക്കും കേട്ടോ. വളരെ നല്ലതാണ് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട്. അയ്യോ ഭയങ്കര ചൂട് കേട്ടോ. മുല്ലപ്പൂ വെച്ചത് ശരിയാവാതെ താഴെ പോയി. ഇനി നേരെ ഒന്നുകൂടെ സാരിയൊക്കെ നല്ല എത്തി കൂടുതൽ പൂജ കഴിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചുട്ടി വെച്ചതായിരുന്നു. നല്ല ചൂട് കിട്ടുമെന്ന്. രാവിലെ മഴേൻ്റെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഭയങ്കര ചൂട്. തലമുടി ഇങ്ങനെ മതി തോന്നുന്നു അല്ലേ? സാരി എങ്ങനെയുണ്ട് ഗൈസ്? പുതിയ സാരിയാണ് കേട്ടോ. ബ്ലൗസ് പഴയതാണ്, സാരി പുതിയതാണ്. അപ്പോൾ ഇങ്ങനെ ഉടുക്കുന്നതാണോ ഭംഗി, അതോ ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നതാണോ? ശരി, എന്തായാലും അമ്പലത്തിൽ പോവല്ലേ? What's up guys? ഒരു മിനിറ്റ് കൂട്ടി ഒന്ന് നോക്കട്ടെ. അതൊന്നും പ്രസാദം കഴിക്കണ്ടേ? വാ അതെ വാ. അതിലിപ്പോൾ കറക്റ്റ് ആയിട്ടത്. നമ്മളിപ്പോൾ പോകുന്നത് ചെന്നൈ ഇസ്കോൺ ടെമ്പിൾ ഉണ്ട് കേട്ടോ. ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അവിടേക്കാണ് പോകുന്നത് കേട്ടോ. ഇതേ കാണുന്നതാണ്. ഈ ഒരു വൈറ്റ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. കഴിഞ്ഞ മാസം ഇതേപോലെ ജന്മാഷ്ടമി ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് മലയാള മാസത്തിലാണ് നമ്മളിപ്പോൾ ഇന്ന് എടുക്കുന്നത്. കഴിഞ്ഞ മാസമൊക്കെ നല്ല വിശേഷമായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. അതൊക്കെ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു സ്പിരിച്വൽ ഫോം വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. അതിലൊരു 3 4 ഒക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് മിസ്റ്റേക്ക് വന്നിട്ട് നമ്മളെ ഫോം അവരിനെ ഫില്ല് ചെയ്തിട്ട് ഏൽപ്പിക്കുമ്പോൾ അവർ നമ്മൾക്ക് മിസ്റ്റേക്ക് വന്നത് നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. എന്തുകൊണ്ട് മിസ്റ്റേക്കായി, അതെന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ.
ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ ഇരുന്നാണ് കേട്ടോ. അപ്പം മിന്നു ആദ്യം വീഡിയോ എടുത്തു, എന്നിട്ടാണ് പിന്നെ ഫോട്ടോസ് എടുത്ത് തരുന്നത്. വീട്ടിലിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നമ്മൾക്ക് ഈ ചന്ദനം ഇങ്ങനെ അച്ചിൽ വെക്കാം കേട്ടോ. നമ്മളങ്ങനെയൊന്നും വെക്കാറില്ല. അപ്പോൾ അത് ഒരു സ്ത്രീ വെക്കുന്നത് കണ്ട് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ ഹസ്ബൻഡ് വന്ന് നേരെ വെച്ച് കൊടുക്കുകയായിരുന്നു. എനിക്ക് ഏട്ടന് വെച്ച് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെയൊന്നും ഇടാറില്ലല്ലോ, നമ്മളതുപോലെ ഒന്നും വെക്കില്ലല്ലോ. നല്ല മണമുണ്ടല്ലോ. എന്താ പിന്നെ പായസം ഇളക്കണം? ഓക്കെ, ഷുവർ. നമ്മൾ ഇവിടെ ഫുഡ് ഓർഡർ ആക്കിയതാണ്. പനീർ റോളുണ്ട് കേട്ടോ. പിന്നെ ഏതാ, പിന്നെ മസാല ദോശയുണ്ട്. മസാല ദോശയല്ല, നമ്മൾ എന്താ പറഞ്ഞത്, ചില്ലി പനീർ ദോശ, പനീർ ദോശ, ചില്ലി ചീസ് ദോശ, പിന്നെ ആലു പൊറോട്ട. പിന്നെ ദേ ഇത് എന്നാൽ എൻ്റെ ഇവിടുത്തെ ആംബിയൻസ്. വലിയ ദോശയാണല്ലോ, രണ്ടാൾ കഴിക്കാതാണ്. പനീർ ദോശ ഉണ്ടല്ലോ, നല്ല ചൂടുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ. എക്സ്പെൻസീവ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്തത് നമ്മുടെ ആലു പൊറോട്ട. ആദ്യമൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നും പിടിക്കാതിരിക്കുകയാണല്ലേ. ഇതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആലു പൊറോട്ട എടി, ആലു പൊറോട്ട എങ്ങനെയുണ്ട്? ഒരു നല്ല ചൂട്. ടേസ്റ്റ് ചെയ്ത് നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ആലു പൊറോട്ട കഴിച്ചോ? വേറെ ഒന്നും കഴിക്കാത്ത ആളല്ലേ. എന്തായാലും ജമന്തി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ വാടി പോയില്ലേ? Hi guys, how are y'all doing? നല്ല ഗായ്സ്, ചെന്നൈയിൽ ചുട്ട് ചാകാണ്. സോ അല്ലേ, ലൈക്ക് ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു, ബട്ട് അഗെയിൻ ഇന്നലെ മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ചുട്ട് ചാവാണ്. സോ സോ ഫാൻസ്, ഹൗ ഇസ് ലൈഫ് ഗോയിങ്? ഗൈസ് കമൻറ്റ് ചെയ്യൂ, ലൈഫ് എങ്ങനെ പോകുന്നു? ആൻഡ് കമൻറ്റ് അവിടുത്തെ ലൈക്ക് കമൻറ്റ് ദ വെദർ ഇൻ യുവർ പ്ലേസ്. വെദർ അവിടെ മഴ തന്നെയായിരിക്കും. സോ ഗൈസ്, എൻ്റെ ഹെയർ കളർ എങ്ങനെയുണ്ട്? Isn't it good? Guys, രണ്ട് സൈഡ് ഗായ്സ്, ഇതാണ് നമ്മൾ രണ്ട് ചെടി എടുത്തിട്ട്. ഗൈസ്, ചെടി കാരണം അവിടെ ബാൽക്കണിയിൽ നടക്കാൻ പറ്റുന്നില്ല. സോ
അമ്മയുടെ അടുത്ത് പറഞ്ഞു, ബട്ട് ഷീ ജസ്റ്റ് കാണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇനിയും ചെടികൾ വാങ്ങിച്ച് കൂട്ടാൻ പോണ്. ബട്ട് ദെൻ ദീസ് ജസ്റ്റ് ലുക്ക് സോ എസ്തറ്റിക്. പക്ഷെ വീട്ടിൽ നടക്കാൻ സ്ഥലമില്ല ഗൈസ്. ലെമിനു എസ്തറ്റിക് എസ്തറ്റിക് എസ്തറ്റിക്. യോ ഹായ്. യാ നമ്മളപ്പോൾ 3 എണ്ണം കേട്ടോ വാങ്ങിച്ചത്. അവർ മണ്ണ് നിറച്ച് തരാണ്. ജമന്തി വാങ്ങിച്ചിട്ടുണ്ട്, റോസ് വാങ്ങിച്ചു അല്ലേ. ജമന്തി, റോസ്, പിന്നെ വേര് ചെടി. പൂജാവോ ഗൈസ്? അമ്മ കണ്ട് ഒറ്റക്കല്ല് പാൽസറിട്ട് വന്നിരിക്കണേ. സത്യം പറഞ്ഞാൽ ഞാൻ ആൾക്കാർ കാണല്ലേ, അവിടെ ആൾക്കാരുണ്ട്. അമ്മ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈസ് ചെടി വാങ്ങിക്കാൻ വന്ന സമയത്ത് ഇവിടെ ഞങ്ങൾ കയറി പോണ സമയത്താണ് ശ്രദ്ധിച്ചത്. നമ്മൾ രാവിലെ അമ്പലത്തേക്ക് ഓടി പാഞ്ഞു വന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ ചെടി വാങ്ങിക്കാൻ ഇങ്ങനെ നിന്ന സമയത്ത് മിന്നു വന്നിട്ട് അമ്മ ഒരു കാലിൽ ഇട്ടിട്ടുള്ളൂ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഒരു കാലിൽ മാത്രം ഇത്, വേറെ കാലിൽ ഗോൾഡ്. റീലെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കാല് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നിൽ മാത്രം പാദസരം ഇട്ടതാണ്. സമയം വൈകിയപ്പോൾ പെട്ടെന്ന് അങ്ങനെ വന്നു. സോ എംബാരസിംഗ് ഗൈസ്. ഇനിയിപ്പോൾ വീട്ടിലേക്കല്ലേ പോകുന്നതിന് വരണോ? നോക്കട്ടെ, പാൽസരം കാണിക്കൂ ഗൈസ്. അത് നോക്കൂ, ആ കാതിലുണ്ട്, ഈ കാതിലുണ്ട്. സാറില്ല. ഇതേ നമ്മൾ ചെടിയൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന പോലെ ആയിരിക്കില്ല, ഒരാഴ്ച കഴിഞ്ഞാൽ ഈ ഭംഗിയൊന്നും കാണില്ല. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും, എന്നാലല്ലേ പുതിയതായിട്ട് മുട്ടിടുള്ളൂ. ഇതേ ജമന്തി നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ കാണാനായിട്ട്. ഈ റെഡ് പോട്ടിൽ വെച്ചപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടല്ലേ. എല്ലാം ഒന്ന് പ്രൂൺ ചെയ്യേണ്ട വരും കേട്ടോ. എന്തായാലും ഒരു 3-4 ദിവസം കഴിയട്ടെ, അതിന് ശേഷം. പിന്നെ ഇതേ ഇതാണ് പിന്നെ വാങ്ങിയ ചെടി, ഇതാണ് കേട്ടോ. ഇതേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തുളസിയൊക്കെ ചെറുതായിട്ടൊന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ. അന്ന് നമ്മൾ വെക്കുന്ന സമയത്ത് കുറച്ച് വാടിയിരിപ്പായിരുന്നു. ഇതൊക്കെ കുറച്ച് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വെയിൽ തട്ടുന്നില്ല, അതാണൊരു പ്രശ്നം. നല്ല വെയിൽ തട്ടാത്തതുകൊണ്ടേ. അപ്പോൾ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. 4 മണി 4:30 ആവാനായി. ഇതേ ഇവിടെ ആവേശം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ.